പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മാർച്ച് 13, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, അത് പ്രത്യേകിച്ച് PSC UPSC ആയി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. എന്നും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് മാർച്ച് 13 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദ സെക്കൻഡ് ഫേസ് ഓഫ് ദി 5th ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് കൺക്ലൂഡ്സ്. 5ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 2ാം ഘട്ടം സമാപിച്ചു. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിൽ, ഇൻക്ലൂഡിംഗ് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്, ഖേലോ ഇന്ത്യയുടെ 2ാമത്തെ സ്റ്റേജ് സമാപിച്ചു. 2 സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു ഖേലോ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഈ 2 സ്ഥലങ്ങളിൽ ഇന്നലെ അതിൻ്റെ ലാസ്റ്റ് ആയിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 5ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ടീം ഏതാണ്? ഇന്ത്യൻ ആർമി. 7 ഗോൾഡ്, മൊത്തം 18 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 5ാമത്തെ ഖേലോ ഇന്ത്യയാണിത്. പ്രത്യേകം ചിന്തിക്കണം. അതായത് 5ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആണ് ഇന്നലെ സമാപിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും കൂടുതൽ മെഡൽസ് നേടിയിട്ടുള്ളത് 18 മെഡൽ ആയിട്ട് ഇന്ത്യൻ ആർമിയാണ്. 5ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. 5 ഗോൾഡ്, ടോട്ടൽ 17 മെഡൽസ്. ഏറ്റവും ടോപ്പ് ലെവലിൽ പോയിന്റ് നേടിയിട്ടുള്ള ടീം ഇന്ത്യൻ ആർമി ആണെങ്കിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഹിമാചൽ പ്രദേശ് ആണ്. പ്രത്യേകിച്ച് വിന്റർ ഗെയിംസ് എന്ന് പറയുമ്പോൾ മഞ്ഞുമായി ബന്ധപ്പെട്ട ഗെയിംസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്ന ടീം എന്ന് പറയുമ്പോൾ അത് ഹിമാചൽ പ്രദേശ്, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുള്ള തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലെ പ്ലേയേഴ്സ് ആയിരിക്കുള്ളൂ ഷൈൻ ചെയ്യാൻ പറ്റുക. സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ പെർഫോമൻസ് അല്പം പുറകിലായിരിക്കും. 5ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025 ജനുവരി 27 മുതൽ ജനുവരി 29 വരെയും മാർച്ച് 9 മുതൽ മാർച്ച് 12 വരെയും എവിടെയാണ് നടന്നത്? ലഡാക്കും കാശ്മീർ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2 സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു. ഒന്ന് ലഡാക്കിലും മറ്റൊന്ന് കാശ്മീരിലായിരുന്നു. ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ജനുവരി 27 മുതൽ 29 വരെയും 2ാമത്തെ സ്റ്റേജ് ഫെബ്രുവരി ആയിരുന്നു. എന്നാൽ കാശ്മീരിൽ മഞ്ഞ് പെയ്യുന്നത് കുറവായതുകൊണ്ട് അത് മാറ്റിവെക്കുകയും 9th മാർച്ച് മുതൽ 12 മാർച്ച് വരെ നടക്കുകയും ആ ഒരു മത്സരത്തിൻ്റെ 5ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് അവസാനിച്ചു. ലഡാക്ക് ആൻഡ് കാശ്മീരിൽ വെച്ചായിരുന്നു 5ാമത്തെ വിന്റർ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഖേലോ ഇന്ത്യ പരിപാടി ആരംഭിച്ച വർഷം 2018. 2018 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. 2018. ഇന്നിപ്പോൾ 2025 ആയിരിക്കുകയാണ്. 2018 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആരംഭിച്ചു. പിന്നീട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020. ഇപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2018 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണെങ്കിൽ 2020. അതേ വർഷം തന്നെയാണ്, അതായത് 2020 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആരംഭിച്ചു. ഇപ്പോൾ 5ാമത്തെ വിന്റർ ഗെയിംസ് ആണ് 2025 ഇപ്പോൾ ഇന്നലെ സമാപിച്ചിട്ടുള്ളത്. 4ാമത്തെ ഖേലോ ഇന്ത്യയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. പാരാ ഗെയിംസ് 2023 അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ഇന്നിപ്പോൾ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടും നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പം 4 ഖേലോ ഇന്ത്യയാണുള്ളത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ISRO സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് 393 ഫോറിൻ സാറ്റലൈറ്റ്സ്. ISRO 393 വിദേശ ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു. ഇന്നലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്നലത്തെ ഒരു റിപ്പോർട്ട് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഇപ്പോൾ ISRO എത്ര ഫോറിൻ സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു. ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, യൂണിയൻ മിനിസ്റ്റർ, അദ്ദേഹം ഇന്നലെ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള വാർത്തയാണ്. അതായത് 393 ഫോറിൻ സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2015 ജനുവരി മുതൽ 2024 ഡിസംബർ വരെ എത്ര വിദേശ ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിച്ചു? 393 വിദേശ ഉപഗ്രഹങ്ങൾ. അതായത് ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 മുതൽ
2024 ഡിസംബർ വരെ 393 വിദേശ ഉപഗ്രഹങ്ങൾ ആണ് ISRO ഫോറിൻ സാറ്റലൈറ്റ്സ് അത് വിക്ഷേപിച്ചിട്ടുള്ളത്. 2015 ജനുവരി മുതൽ എത്ര രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിച്ചു? 34 രാജ്യങ്ങൾ. 34 രാജ്യങ്ങളുടെ 393 ഫോറിൻ സാറ്റലൈറ്റ്സ് ആണ് ISRO വിക്ഷേപിച്ചിട്ടുള്ളത് 2015 മുതൽ 2024 ഡിസംബർ വരെ. 2014 മുതൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിച്ചത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 232. USA വേണ്ടിയാണ് ISRO ഏറ്റവും കൂടുതലായിട്ട് സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് 232 സാറ്റലൈറ്റ്സ് ആണ് USA വേണ്ടി ISRO വിക്ഷേപിച്ചിട്ടുള്ളത്. തൊട്ടുപുറകെ UK ആണ്. 2015 ജനുവരി മുതൽ 2024 ഡിസംബർ വരെ വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ട് ISRO നേടിയ വിദേശ നാണ്യ വരുമാനം എത്രയാണ്? $143 മില്യൺ ആൻഡ് 270 മില്യൺ യൂറോസ്. $143 മില്യൺ ഡോളറും 272 മില്യൺ യൂറോസ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ISROക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ കമേഴ്സ്യൽ സാറ്റലൈറ്റ്സ് 393 ഫോറിൻ സാറ്റലൈറ്റ്സ് ആണ് ISRO വിക്ഷേപിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദി ഹയസ്റ്റ് നാഷണൽ അവാർഡ് ഓഫ് മൗറീഷ്യസ്. മൗറീഷ്യസിന്റെ ഏറ്റവും ഉയർന്ന ദേശീയ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മൗറീഷ്യസിന്റെ ഏറ്റവും ഉയർന്ന ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ് മൗറീഷ്യസിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് മൗറീഷ്യസിന്റെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് ആണ് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. ഇതിനെക്കുറിച്ച് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ആദ്യത്തെ ഇന്ത്യൻ ടു റിസീവ് ദ ഹയസ്റ്റ് നാഷണൽ അവാർഡ് ഓഫ് മൗറീഷ്യസ്. മൗറീഷ്യസിന്റെ ഏറ്റവും ഉയർന്ന ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആണ് നരേന്ദ്രമോദി. മൗറീഷ്യസിലെ ഏറ്റവും വലിയ മതം ഏതാണ്? ഹിന്ദുയിസം. ഹിന്ദുമതമാണ്. മൗറീഷ്യസിലെ ഏതാണ്ട് 48% ജനങ്ങൾ ഹിന്ദുസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻസ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പാകിസ്ഥാൻ ജാഫർ എക്സ്പ്രസ്. വാട്ട് ഇസ് ദി ബലോച്ച് ലിബറേഷൻ ആർമി? പാകിസ്ഥാൻ ജാഫർ എക്സ്പ്രസ് ബലോച്ച് ലിബറേഷൻ ആർമി എന്താണ്? മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ബലൂചിസ്ഥാൻ ആർമി പാകിസ്ഥാന്റെ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത കാര്യം. ഇന്നത്തെ പത്രത്തിൽ പോലും അതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അതായത് 2 ദിവസം മുമ്പ് പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പാകിസ്ഥാനിലെ ഏത് എക്സ്പ്രസിനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഹൈജാക്ക് ചെയ്ത് 100 പേരെ ബന്ദികളാക്കുകയും ചെയ്തു? ജാഫർ എക്സ്പ്രസ്. പാകിസ്ഥാനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആയിരുന്നു ജാഫർ എക്സ്പ്രസ്. ജാഫർ എക്സ്പ്രസ് ആണ് ഏതാണ്ട് 450 പാസഞ്ചേഴ്സിനെയും കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യുകയും അതിലെ ഏതാണ്ട് 100 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ളവരെ അവർ വിടുകയും ചെയ്തു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത അനുസരിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ട്രെയിനിലെ ബന്ദികളെ പാകിസ്ഥാൻ ആർമി ഇടപെടുകയും ആ ഒരു ഓപ്പറേഷനിൽ എല്ലാവരെയും ഫ്രീ ആക്കുകയും ചെയ്തു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച 3 രാജ്യങ്ങൾ ഏതാണ്? പാകിസ്ഥാൻ, USA, UK. 3 രാജ്യങ്ങൾ ബലൂചിസ്ഥാൻ ആർമിയെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ്. ആ ഒരു പ്രദേശത്ത് ജനങ്ങൾ വളരെ കുറവാണെങ്കിലും വളരെ വിസ്തൃതമായി നിൽക്കുന്ന ഒരു പ്രവിശ്യ. ജനസംഖ്യ വളരെ കുറവാണ്. എന്നാലും ആ പ്രദേശങ്ങൾ ജനങ്ങൾ ആ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക കൺട്രിയായിട്ട് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഒരു ആർമിയാണ് ബലോച്ച് ലിബറേഷൻ ആർമി. ബലോച്ച് ദേശീയ പ്രസ്ഥാനം ഏത് വർഷത്തിലാണ് രൂപീകരിച്ചത്? 1940. 1940 ബലോച്ച് ലിബറേഷൻ ആർമി, ബലോച്ച് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇത് രൂപീകൃതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി, BL എന്ന് പറയുന്ന ആർമി. ഇതാണിപ്പോൾ ജാഫർ എക്സ്പ്രസ് ഇത് ഹൈജാക്ക് ചെയ്തിട്ടുള്ളതും. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത അനുസരിച്ച് പൂർണ്ണമായിട്ടും എല്ലാവരും ഫ്രീ ആക്കുകയും എന്നാൽ അതിൽ 27 സോൾജേഴ്സ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം എന്താണ്? സ്വതന്ത്ര ബാലൂചിസ്ഥാൻ, ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാവുക എന്നതാണ് ബലോച്ച് ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് നാഷണൽ യൂത്ത് അത്ലറ്റിക്സ്. സൂരജ് ബ്രേക്സ് 1000 മീറ്റർ നാഷണൽ റെക്കോർഡ്. ദേശീയ യൂത്ത് അത്ലറ്റിക്സ്
സൂരജ് 1000 മീറ്റർ ദേശീയ റെക്കോർഡ് തകർത്തു. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആൺകുട്ടികൾക്കായുള്ള 1000 മീറ്റർ ഓട്ടത്തിൽ 15 വർഷം പഴക്കമുള്ള ദേശീയ യുവ റെക്കോർഡ് 2 മിനിറ്റ് 26.04 സമയം കൊണ്ട് ആരാണ് തകർത്തത്? സൂരജ് സിംഗ്, ഉത്തരാഖണ്ഡ് സൂരജ് സിംഗ്, അതായത് 15 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തു. കേവലം 2 മിനിറ്റ് 26.04 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ഓടിയ ആ റെക്കോർഡ് ഉത്തരാഖണ്ഡിലെ സൂരജ് സിംഗ് തകർത്തു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ സ്പോർട്സ് പേജിലെ ഒരു വാർത്തയാണ് സൂരജ് സിംഗ് ഉത്തരാഖണ്ഡ് 15 വർഷം പഴക്കമുള്ള 1000 മീറ്റർ ഓട്ടത്തിൽ റെക്കോർഡ് തകർത്ത കാര്യം. ആൺകുട്ടികളുടെ 1000 മീറ്റർ ഓട്ടത്തിൽ സൂരജ് സിംഗ് 2 മിനിറ്റ് 27.20 എന്ന സമയത്തിൽ ആരുടെ ദേശീയ യൂത്ത് റെക്കോർഡ് തകർത്തു? രാഹുൽ പാൽ. 2010 രാഹുൽ പാൽ ഉണ്ടാക്കിയ റെക്കോർഡ് ആണ് 2 മിനിറ്റ് 27.20 എന്ന ആ റെക്കോർഡ്. അതിനെയാണ് 2 മിനിറ്റ് 26.04 സെക്കൻഡ് കൊണ്ട് സൂരജ് സിംഗ് തകർത്തിട്ടുള്ളത്. രാഹുൽ പാൽ 2010 ഈ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. 20ാമത് ദേശീയ യൂത്ത് അത്ലറ്റിക്സ് എവിടെയാണ് നടന്നത്? പട്നയിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സ്. ഇപ്പോൾ അവസാനിച്ച ദേശീയ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇത് 20ാമത്തെ ദേശീയ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ഇത് നടന്നിട്ടുള്ളത് പാട്നയിലെ പാട്ലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിലാണ്. 20ാമത് ദേശീയ യൂത്ത് അത്ലറ്റിക്സിൽ ഓവറോൾ ടീം കിരീടം നേടിയ സംസ്ഥാനം ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 20ാമത്തെ നാഷണൽ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നിട്ടുള്ളത് പാട്നയിൽ. ഇവിടെ വെച്ചാണ് സൂരജ് സിംഗ് 1000 മീറ്ററിന്റെ റെക്കോർഡ് തകർത്തിട്ടുള്ളത്, 15 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ ലാസ്റ്റ് ഹെഡിങ്, ഗിൽസ് വിൻ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ഫോർ ഫെബ്രുവരി. ഫെബ്രുവരിയിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ഗിൽ കരസ്ഥമാക്കി. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫെബ്രുവരിയിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശുഭ്മാൻ ഗിൽ, ഇന്ത്യയിലെ ശുഭ്മാൻ ഗിലിനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് എന്ന അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും നല്ല പെർഫോമൻസിനാണ് ശുഭ്മാൻ ഗിലിനെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ഇനി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്തും ന്യൂസിലാൻഡിന്റെ ഗ്ലെൻ ഫിലിപ്സിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ICC പ്ലെയർ ഓഫ് ദി മന്ത് ഫെബ്രുവരി എന്ന ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഫെബ്രുവരിയിലെ ICC വനിതാ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അലാന കിങ്, ഓസ്ട്രേലിയൻ ടീമിന്റെ സ്പിന്നർ ആണ് അലാന കിങ് ആണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള പെർഫോമൻസിലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിനാണ് ഓസ്ട്രേലിയൻ സ്പിന്നർ ആയിട്ടുള്ള അലാന കിങ്ങിനെ വിമൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് ICC തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. JD's കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.